ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. അങ്ങനെ 2025 എൻഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. നല്ല ഒരു ഫാൻറ്റാസ്റ്റിക് ഇയർ ആയിരുന്നു 2025 എല്ലാവരുടെയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അങ്ങനെയല്ല എങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഒന്നിനും ഒരു അവസാനമൊന്നുമില്ലല്ലോ. എല്ലാം നമുക്ക് ഇപ്പം തൊട്ട് ഇന്ന് നമ്മൾ വിചാരിച്ചാൽ നാളെ തൊട്ട് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഒന്നിനും ഒരു അവസാനമില്ല. എവറി ഡേ ഈസ് എ ന്യൂ ബിഗിനിങ് നമുക്ക് വിചാരിക്കാവുന്നേ ഉള്ളൂ. അപ്പം 2025 നിങ്ങൾക്ക് നല്ലതായിരുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ 2026 നല്ലതായിരിക്കും എന്ന് വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അങ്ങനെയല്ല എന്നാണ് എല്ലാവരുടെയും തോന്നൽ. പക്ഷേ അങ്ങനെ ആണ് കേട്ടോ. നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ വേണം എന്ന് വിചാരിക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ടെൻഷനോ പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ സംഭവിക്കാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ടെൻഷനോ പേടിയോ ഒക്കെ കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും മോശം കാര്യങ്ങൾ വന്നു ചേരും. അതേപോലെ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നത്. അപ്പം ഇപ്പം ഒരു വീക്കെൻഡാണ്. ഞാനൊരു ക്ലാസ്സിന് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. ഒരു മൈൻഡ് പവർ ട്രെയിനിങ് ക്ലാസ്സിന് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പം ഡ്രസ്സൊക്കെ ഇട്ട് ഇതിപ്പോൾ ഒരു ശരിക്കും സാറ്റർഡേ സൺഡേ ഞാനിവിടെ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങി മുരളിയുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയി നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കേണ്ട 2 ദിവസങ്ങളായിരുന്നു. പോകണമോ വേണ്ടയോ എന്നുള്ള ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് വിട്ട് ഞാൻ ഇറങ്ങിയാലേ എനിക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയാലേ അത് പറ്റുള്ളൂ. ഞാൻ മുടി മുറിച്ചത് ശ്രദ്ധിച്ചോ എല്ലാവരും? ഇതെങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഇനി മുടി ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി അഗാരയുടെ ഒരു ഹെയർ വോളിമൈസർ ആൻഡ് ഹെയർ ഡ്രയർ രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് 1200 വാട്ട് പവറുള്ള ഒരു ഹെയർ ഡ്രയറാണ്. അപ്പോൾ നമുക്ക് എയർ ഫ്ലോയും അതിൻ്റെ ഹീറ്റും ഒക്കെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ലെവൽ ഹീറ്റും മീഡിയം ലെവൽ ആ ഒരു ടെമ്പറേച്ചറും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ സാധാരണ പാർലറിലൊക്കെ പോയി സെറ്റ് ചെയ്യുന്ന അതേ പെർഫെക്ഷനിൽ നമുക്ക് ഹെയർ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ സെറാമിക് ടൂർമലൈൻ സർഫസ് ഹെയർ ഹീറ്റ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ എല്ലാ ടൈപ്പ് ഹെയറിനും നല്ല എന്നെ പോലെ നല്ല തിൻ ഹെയർ ആണെങ്കിലും അതല്ല തിക്ക് ഹെയർ ആണെങ്കിലും ചിലർക്ക് നല്ല കട്ടിയുള്ള മുടിയാണല്ലോ. അങ്ങനെയുള്ള കട്ടിയുള്ള മുടിയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ സ്പീഡിൽ കുറച്ചുകൂടെ ടെമ്പറേച്ചർ കൂട്ടിയിടാം. പിന്നെ ഇതിന് ഒരു ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഇല്ലായിരുന്നു, പക്ഷെ അത് ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. ഇപ്പം എനിക്ക് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് നമ്മുടെ ചെടയൊന്നും പിടിച്ച് പോകത്തില്ല കേട്ടോ. ഇതിനകത്ത് ഒരു ആൻറ്റി സ്കാൾഡ് ഹെഡ് ഡിസൈൻ ടെക്നോളജി ഉണ്ട്. ആ ഒരു ഫ്രിസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു 360 ഡിഗ്രി മൂവ്മെൻറ്റിലാണ് ആ ഒരു കോഡ് ഇങ്ങനെ നമുക്ക് ചുരുട്ടി പിടിച്ച് ഇപ്പോൾ അകത്തോട്ടുള്ള ഹെയർ കേൾ ചെയ്ത് വെക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അകത്തോട്ടാണ് ഹെയർ കേൾ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് പിടിച്ചാൽ, എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം അകത്തോട്ട് ഇങ്ങനെ വെച്ച് പിടിച്ചാൽ അങ്ങനെ കേളാക്കി വെക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആ ക്രൗൺ ഭാഗം ഒക്കെ നമുക്ക് അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. അയ്യോ ചൂടടിച്ച് എൻ്റെ തല പൊള്ളിപ്പോകുമോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. സുഖമായിട്ട് അങ്ങനെ തലയിൽ ചൂടൊന്നും അടിക്കുകയൊന്നുമില്ല. ഇതിൻ്റെ ഈ ഓവൽ ഷേപ്പിലെ ഒരു ബാരലാണ് നമ്മുടെ ഹെയറിന് കൂടുതൽ വോളിയം തോന്നിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സാധാരണ ഹെയർ ഡ്രയറിനേക്കാളും ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് കേൾ ചെയ്തും ഒക്കെ വെക്കാനും പറ്റും. നമുക്ക് അകത്തോട്ട് വെക്കുവാണെങ്കിൽ അകത്തോട്ട് ആ കേളായിട്ടിരിക്കും. ഞാനിപ്പം കുറച്ച് നേരെ ചെയ്തോളൂ, അല്ലെങ്കിൽ നല്ല കേളാക്കിയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഹെയർ ഇപ്പം കനം കുറഞ്ഞ മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഹെയർ നല്ല കൂടുതൽ തിക്കായിട്ട് തോന്നിയാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് പോകാൻ ലേറ്റായിട്ട് മുരളിയായിട്ട് തന്നെ ഇടയ്ക്ക് എനിക്കൊണ്ട് പിൻറ്റോള കോൺഫ്ലേക്സ് അത് തന്നതാണ് കേട്ടോ. അപ്പം ഒത്തിരി ഞാൻ ഇറങ്ങാൻ കുറച്ച് വൈകിയായിരുന്നു. ഒരു 8:15 ഇറങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഒരു 8:10 ആയി. അവരുടെ വേഗം കൊണ്ട് തന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ഹെയർ നല്ല തിക്കായില്ലേ? ഇതാണ് ഫൈനൽ റിസൾട്ട്. നല്ല തിക്ക് ആൻഡ് വോളിമൈസ്ഡ് ഹെയർ ആയിട്ടിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് നല്ല സലൂണിലെ പോലെ മുടിയൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കാരണം പാർലറിൽ പോയി മുടി സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് എപ്പോൾ എവിടെയെങ്കിലും ട്രാവലിനൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഇത് ശരിക്കും. ഇതിന് 2 years മാനുഫാക്ചർ ഗ്യാരണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജെൻസിനും ലേഡീസിനും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഒരു ഹെയർ നല്ലതായിട്ട് സ്റ്റൈൽ ചെയ്ത് കൊണ്ട് നടക്കുന്നവർക്ക് ഡെഫിനറ്റായിട്ടും ഒരു മസ്റ്റായി പ്രൊഡക്റ്റാണ്. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നന്ദുവിന് ഉമ്മയൊക്കെ കൊടുത്ത് പോകാനായിട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടുന്ന് ഒരു 48-50 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. സാറ്റർഡേ മോർണിംഗ് ആണെങ്കിലും അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. ഗൂഗിൾ മാപ്പിൽ അത്രയും ടൈമാണ് കാണിച്ചത്. അബക് പ്ലാസയെ വെച്ചിട്ടായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഒരു 2025 നോക്കുകയാണെങ്കിൽ
എൻ്റെ മനസ്സ് ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഒരു നിറഞ്ഞ ഇയർ ആയിരുന്നു 2025 എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ മൊത്തത്തിൽ എന്നെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എൻ്റെ എല്ലാ രീതിയിലും എന്നെ സ്ട്രെച്ച് ചെയ്ത് അല്ലെങ്കിൽ എന്നെ ഒരു വാർത്തെടുത്ത് എനിക്ക് കൂടുതൽ ശക്തി തന്ന ഒരു വർഷം ആണ് 2025. എനിക്ക് ഒരുപാട് ഡാൻസ് പെർഫോമൻസിന് സ്റ്റേജസ് തന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഡാൻസ് പെർഫോം ചെയ്തു. അത് മൂകാംബിക ആയിക്കോട്ടെ, മൂകാംബികയൊക്കെ എനിക്ക് ഒത്തിരി പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സ്റ്റേജാണ് മൂകാംബിക. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും പോകുന്ന തൃക്കാക്കര, അവിടെ അപ്പം തൃക്കാക്കര ഞാൻ ഇപ്പോഴും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന തൃക്കാക്കര അമ്പലത്തിൽ പോകുന്നതാണ്. എനിക്ക് ഈ ഇയർ അവസാനിക്കുന്ന മുമ്പേ ഒന്നുകൂടെ അവിടെ ചെന്നൊന്ന് നന്ദി പറയണമെന്ന് തോന്നി. അപ്പം തൃക്കാക്കര അമ്പലത്തിൽ പെർഫോം ചെയ്യാൻ പറ്റി. അതും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരുപാട് നല്ല പെർഫോമൻസ്. പിന്നെ ചിദംബരം നാട്യാഞ്ജലി ഡാൻസ് ഫെസ്റ്റിവലിന് പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുപാട് ഡാൻസ് എനിക്ക് ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്താ എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞുകൂടാ. അതിൻ്റെ ആ പ്രാക്ടീസ് സെഷനൊക്കെ എൻ്റെ എനർജി ഭയങ്കര ഹൈ ആണ് ആ സമയത്ത്. എൻ്റെ ഒരു ഞാൻ നന്ദുവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ഒരു സോളിൻ്റെ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പെർഫോമൻസും എനിക്ക് അത്രയും ഒരു ഹൈ എനർജിയാണ് ആ സമയത്ത് തരുന്നത്. പെർഫോം ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ്സാണ് ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും എനിക്ക് കിട്ടുന്നത്. അപ്പം 2025 അത് മാത്രമല്ല, 2025 എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലൈഫ് കോച്ച് ആയ ഒരു ഇയറാണ്. അതെൻ്റെ ഒരു ലൈഫ് പേർപ്പസ് ആയിരുന്നു ശരിക്കും, ലൈഫ് കോച്ച് ആവുക എന്നുള്ളത്. എങ്ങനെയൊക്കെ വന്ന് ഭവിച്ച അത് എങ്ങനെ അതിലോട്ട് എത്തിയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ശരിക്കും ഞാനിപ്പോൾ ആലോചിക്കുമ്പം നന്ദുവിന് ശരിക്കും ഒരു ഡിഗ്രിക്ക് നന്ദുവിനെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിന് പുറത്തൊക്കെ പോയി പഠിക്കണം എന്ന് ഞങ്ങൾ എപ്പോഴും പറയായിരുന്നു. നന്ദു സൈക്കോളജിയാണ്. അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് റിയലൈസ് ചെയ്തപ്പോഴാണ് ഞാൻ ഓക്കെ നന്ദു അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് നിഷ എടുത്ത്. അപ്പോൾ നിഷ അതിൽ ആ ഫീൽഡിലല്ലേ എത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ശരിയാണല്ലോ, അത് രണ്ടും കൂടെ ഭയങ്കര കണക്റ്റഡ് ആണല്ലോ എന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത്. നന്ദുവിന് സൈക്കോളജി ആയിരുന്നു എടുക്കേണ്ടത്, പക്ഷേ ഞാനിപ്പം നന്ദു എന്നെ എത്തിച്ചതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവസാനം ഒരു ലൈഫ് കോച്ചായി മാറി. ഇപ്പം പല ആളുകളും ഞാൻ കാരണം അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. പല ആളുകളുടെയും ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഞാൻ കാരണം അത് അവരുടെ ലൈഫ് അവർക്ക് തിരിച്ചു കിട്ടുന്നു എന്ന് കേൾക്കുന്ന അതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ല അല്ലേ. അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തരുടെ ലൈഫ് മാറ്റിക്കൊടുക്കാൻ എന്നെക്കൊണ്ട് ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഡാൻസ് എനിക്ക് വേറൊരു അനുഭവമാണെങ്കിൽ ലൈഫ് കോച്ച് വേറൊരു അനുഭവം. രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് ശരിക്കും ഒരു ഹാപ്പിനെസ്സാണ്. പിന്നെ യൂട്യൂബ്, അതും നിങ്ങളിൽ ഓരോരുത്തരോടും എൻ്റെ കമ്മ്യൂണിക്കേഷൻ യൂട്യൂബ് വഴിയാണ്. പുറത്തിറങ്ങുമ്പം ഓരോരുത്തർ വന്ന് നിഷാസ് സ്പൈസസ് അല്ലേ എന്ന് എപ്പോഴും ചോദിക്കുന്നവരുണ്ട്. നിഷാസ് ഡ്രീംസ് അല്ലേ, നിഷയല്ലേ എന്ന് ചോദിക്കുന്നവരും കൂടുതൽ എൻ്റെ ചാനലിൻ്റെ പേര് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. എനിക്ക് അത്രയും ഗ്രാറ്റിറ്റ്യൂഡാണ് 2025 എനിക്ക് ശരിക്കും തോന്നുന്നത്. എന്നെ മൊത്തത്തിൽ മാറ്റിയെടുത്തൊരു വർഷമാണ് ശരിക്കും 2025. എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്ത് ഓരോ അനുഭവത്തിനും ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് ചലഞ്ചസ് തരും, പക്ഷേ അതിലൂടെ നമ്മൾ എങ്ങനെ മുന്നേറി വരുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ ജേണി ഇനിയും മുന്നോട്ട് തന്നെ പോവും. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ.